ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ കേരള ഹിസ്റ്ററി എന്ന പോർഷനിൽ നമുക്കറിയാം 10th മെയിൻസിന് എത്ര മാർക്കാണ്? 5 മാർക്കാണ് ഹിസ്റ്ററി പോർഷനിൽ നിന്ന് വരുന്നത്. അതിൽ തന്നെ നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ 10th മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത്. കണ്ടോ, യൂറോപ്യന്മാരുടെ വരവും യൂറോപ്യന്മാരുടെ സംഭാവനകളും. ഇതിൽ തന്നെ നമുക്കറിയാം അവരുടെ വരവ്, സംഭാവനകൾ, പഴശ്ശി വിപ്ലവങ്ങള്, ആറ്റിങ്ങൽ കലാപം, മഞ്ചിതം കലാപം എല്ലാം ഉണ്ട്. അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് അവരുടെ ആഗമനവും അവരുടെ ആ ഒരു സംഭാവനകളുമായി ബന്ധപ്പെട്ട ഒരു 20ഓളം ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ എടുക്കുക, ഈ ഒരു ടോപ്പിക് ഒന്ന് വായിച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഈ തന്നിരിക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ സിലബസ് ആണ്. അതിലും പറയുന്നുണ്ട് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ പഴശ്ശി വിപ്ലവം, ആറ്റിങ്ങൽ കലാപം, മഞ്ചിതങ്ങ് കലാപം അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് മോക്ക് ടെസ്റ്റ് 2 ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ ആഗമനവും സംഭാവനകളുമാണ്. ഓക്കെ, 20 മാർക്കിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ 20ൽ എത്ര മാർക്ക്? എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് പല ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ചത്, 10th പ്രിലിംസിന് ചോദിച്ചത്, 10th മെയിൻസിന് ചോദിച്ചത്, LDCക്ക് ചോദിച്ചത്, നമ്മുടെ ഗാന്ധി ബോർഡ് LDക്ക് ചോദിച്ചത്, അങ്ങനത്തെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരായിരുന്നു? ഇന്ത്യയിൽ എത്തിച്ചേർന്നത് നമുക്കറിയാം. ആരാണ്? അൽഫോൺസ ഡി അൽബുക്കർക്ക്, പെട്രോ അൽവാരിസ് കബ്രാൾ, വാസ്കോ ഡ ഗാമ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ആരാണ് വന്നത്? ഓപ്ഷൻ സി, വാസ്കോ ഡ ഗാമയാണ് നമുക്ക് ആദ്യമായിട്ട് എത്തിയ പോർച്ചുഗീസ് നാവികൻ എന്ന് പറയുന്നത്. വാസ്കോ ഡ ഗാമ എന്നാണ് വന്നത്? 1498. എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിവസമാണ് അല്ലെ, മെയ് 20. കോഴിക്കോട് കാപ്പാട് കടപ്പുറം എവിടെയാണ്? ചേമഞ്ചേരി താലൂക്കിലാണ്. കാപ്പാട് കടപ്പുറം കോഴിക്കോട് ജില്ലയിലാണ്. 1498 മെയ് 20 നമ്മുടെ വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത്. 1499 ആയപ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് ലിസ്ബണിലേക്ക് പോകുന്നുണ്ട്. 1502 അദ്ദേഹത്തിന്റെ സെക്കൻഡ് വിസിറ്റ് അല്ലെ. വാസ്കോ ഡ ഗാമ രണ്ടാമതായി കേരളം സന്ദർശിക്കുന്നത് 1502. അതിനുശേഷം 1524 അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വിസിറ്റ്, തേർഡ് വിസിറ്റ് എന്ന് പറയുന്നത്. 1524 അദ്ദേഹം ആ സമയം എന്താണ്? വൈസ്രോയി ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ 1524 മെയ് അല്ല, ഡിസംബർ 24 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? മരണപ്പെടുന്നുണ്ട്. 1524 ഡിസംബർ 24 അദ്ദേഹം മരണപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കാര്യം. 2024 വന്നപ്പോഴേക്കും ഏകദേശം 600ഓളം വർഷങ്ങൾ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന്. ഡിസംബർ 24 അദ്ദേഹം മരിക്കുകയും 1539 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരിച്ച് ലിസ്ബണിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ ബോഡി എവിടെയാണ്? സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. അതിന്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ആ ഒരു പള്ളി നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് പിൻ ചെയ്തിട്ടേക്കാം. ആ ഒരു പള്ളിയും നമുക്ക് അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അടക്കം ചെയ്ത ആ ഒരു പ്ലേസ് ഒക്കെ നമ്മളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വാസ്കോ ഡ ഗാമ വന്ന കപ്പലിന്റെ പേരെന്തായിരുന്നു? അത് സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിയാണെങ്കിൽ നിങ്ങൾ 1 മാർക്ക് കൊടുക്കുക. അതേപോലെ 20 ക്വസ്റ്റ്യൻ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തായാലും കമന്റ് ചെയ്യുക. നമുക്ക് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. കാര്യം ഓരോ ടോപ്പിക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു മോക്ക് ടെസ്റ്റും കൂടി ചെയ്തു കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു അത്യാവശ്യം ഒന്ന് സെറ്റ് ആകും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി എന്ന് ചോദിക്കുമ്പോഴേക്കും ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലെ. നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ്? പോഡ ബീഫെ എന്ന് പറയുന്ന ഒരു കോഡ് പഠിക്കുന്നുണ്ട്. എന്താണ്? പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാർ, ഇങ്ങനെയാണ് ആ ഓർഡർ എന്ന് പറയുന്നത് അല്ലെ. ആദ്യം വന്നതും അവസാനം പോയതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. അതേപോലെ പോർച്ചുഗീസുകാരോട് വരുന്നതിന് മുമ്പ് ആരായിരുന്നു? വിദേശികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ യൂറോപ്യൻ ശക്തി എന്ന് ചോദിക്കുമ്പോൾ അതാരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര്? നമ്മുടെ അൽഫോൺസ ഡി അൽബുക്കർക്ക്. ഒന്നാമത്തെ ആളാണ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അത് നിങ്ങൾ മറന്നു പോകരുത്. അതായത് എന്ത് ചെയ്യുക? മേടയിൽ ചെന്ന് ബുക്ക് വായിച്ചു എന്ന് ഓർത്ത് വെക്കുക. മേടയിൽ ചെന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബുക്ക് വായിച്ചത് അല്ലെ.
അപ്പൊ ആദ്യം ആരാണ്? അൽമേഡയാണ്. അതിനുശേഷമാണ് അൽബുക്കർക്ക് വരുന്നത്. അപ്പൊ മേഡയിൽ ചെന്നിട്ട് ബുക്ക് വായിച്ചു എന്ന് ഓർത്ത് വെക്കുക. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഒന്നാമത്തെ വൈസ്രോയും. രണ്ടാമത്തെ വൈസ്രോയിയാണ് ആരാ? നമ്മുടെ അൽബുക്കർക്ക്. ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ട് ആണ് എന്ത്? നീലജലനയം. നീലജലനയം ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. നീലജലനയം പോളിസി കൊണ്ടുവന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അതേപോലെ ഈ അൽബുക്കർക്കാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? അൽബുക്കർക്കാണ് പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകൻ. അതേപോലെ തന്നെ എന്താണ് അൽബുക്കർക്കുമായിട്ട് അപ്പൊ പ്രത്യേകിച്ച് രണ്ടാമത്തെ വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ഇമ്പോർട്ടന്റ് ആണ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശിയർ നമ്മൾ പറഞ്ഞു. ആദ്യം വന്നതും അവസാനം പോയതും ആരാണ്? പോർച്ചുഗീസുകാരായിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഓക്കെ ഓക്കെ അതേപോലെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ കബ്രാൾ എന്ന് പറയുന്നത് നമ്മുടെ വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് എത്തിയ വ്യക്തിയായിരുന്നു പെട്രോ അൽവാരിസ് കബ്രാൾ. ഇദ്ദേഹമാണ് ബ്രസീൽ കണ്ടെത്തിയെന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ പെട്രോ അൽവാരിസ് കബ്രാൾ ആണ്. അതേപോലെ തന്നെ എന്താണ്? പോർച്ചുഗീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിൽ നിന്ന് ഗോവയ്ക്ക് അല്ലെ? ആദ്യം എവിടെയായിരുന്നു? പോർച്ചുഗീസിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയായിരുന്നു. അത് ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. അതേപോലെ മിശ്ര കോളനി വ്യവസ്ഥ, അതായത് ഇന്ത്യക്കാരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പോർച്ചുഗീസുകാരുടെ കല്യാണം ആ ഒരു വ്യവസ്ഥയാണ് മിശ്ര കോളനി വ്യവസ്ഥ. അതിനൊക്കെ അൽബുക്കർക്കാണ് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് എന്താണ്? പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന അൽബുക്കർക്കാണ്. ഓക്കെ നെക്സ്റ്റ് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണറായ വാൻഡ്രീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം. 1678 1703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇവിടെ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. 1, 2, 4 ആണ് ശരി. 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്. അപ്പൊ ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം. ഇത് നമുക്ക് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. നിങ്ങൾ ഇത്തിരി പഠിച്ചു വെക്കുക ഡച്ച് ഈ ഒരു എന്താണ് ഹോർത്തൂസ് മലബാറിക്കസിനെ പറ്റി. എന്താണ് അതിന്റെ ഭാഷ എന്ന് പറയുന്നത്? ലാറ്റിൻ ഭാഷയായിരുന്നു. അതേപോലെ കേരള രാമം എന്നറിയപ്പെട്ടത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കേരള രാമം. അതേപോലെ തന്നെ ഇവിടെ എത്രയാണ്? 12 വാല്യങ്ങളായി ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പുറത്തിറക്കുന്നത്. 12 വോളിയമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം എന്ന് പറയുന്നത് തെങ്ങാണ്. അവസാന വൃക്ഷം അവസാനമായിട്ട് ഏതായിരുന്നു? അത് നമ്മുടെ ആലാണ്. ആല്. അതേപോലെ തന്നെ മലയാള ലിപി, അതായത് തെങ്ങെന്ന് പറയുന്നത് മലയാള ലിപി ആദ്യമായി അച്ചടിച്ച് വന്നത് ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ അതിനെ സഹായിച്ച കുറച്ച് പേരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഇട്ടി അച്യുതൻ, രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് എന്നീ പറയുന്ന ബ്രാഹ്മണന്മാരും. അതേപോലെ തന്നെ ഒരു കാർമൽ പുരോഹിതനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ജോൺ മാത്യൂസ് എന്ന് പറയുന്ന ഒരു കാർമൽ പുരോഹിതനും ഒക്കെ ഇതിന് സഹായിച്ച വ്യക്തിയാണ്. ഇനിയുള്ള ഒരു ഫാക്ട് ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് KS മണിലാൽ എന്ന് പറയുന്നത്? KS മണിലാൽ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഇത് ഇനി കറണ്ട് അഫെയർ ആയിട്ട് കയറി ചോദിക്കാം. കാര്യം അദ്ദേഹം 2025 ജനുവരി 1 അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. ഓക്കെ ആരായിരുന്നു KS മണിലാൽ? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് ആര്? KS മണിലാൽ. അദ്ദേഹം ഒരു ഒരു ബോട്ടണി കേട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരു 19ഓളം സസ്യങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. സസ്യങ്ങളെ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ 4 അദ്ദേഹം മണിലാലിന എന്ന പേരിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ഇമ്പോർട്ടന്റ് ആയത് അദ്ദേഹത്തിന് 2020 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ എന്താണ് പറയാനുള്ളത്? KS മണിലാൽ. എന്താണ് KSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം. എന്താണ്? കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. കാര്യം ഇനിയുള്ള പരീക്ഷകളിലേക്ക് KS മണിലാലും അതേപോലെ തന്നെ ഈ ഹോർത്തൂസ് മലബാറിക്കസും ഒക്കെ കയറി ചോദിക്കാം. കാര്യം ഇദ്ദേഹം ഈ ഇടക്ക് മരിച്ചത് കൊണ്ട് തന്നെയാണ് അത് കറണ്ട് അഫെയർ ആയിട്ട് കയറി ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഇംഗ്ലീഷുകാരുടേതാണ്. അത് എവിടെയാണ്? അത് സൂറത്ത് ആണ്. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? പോഡ ബീഫെ. അപ്പൊ എന്താണ് അവസാനത്ത് വരുന്നത്? ഫ്രഞ്ചുകാരാണ്. ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യമായിരുന്നു ഏത്? ബ്രിട്ടൻ, ഫ്രാൻസ്, ഹോളണ്ട്, പോർച്ചുഗൽ. ആരാണ് കാർട്ടസ് വ്യവസ്ഥ? അത്
പോർച്ചുഗലാണ്. എന്താണ് കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത്? ഒരു പാസ്സാണ്. അതായത് അവിടുത്തെ ആ ഒരു സ്ഥലത്തേക്ക് കപ്പലൊക്കെ അടുപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പോർച്ചുഗീസുകാരുടെ ഒരു പാസ് മേടിക്കണം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ചരക്കുകളെന്നും അതിൻ്റെ ഉള്ളിലെ ജീവനക്കാരുടെ വിവരങ്ങളും ഒക്കെ അടങ്ങിയതാണ് കാർട്ടസ്. ശരിക്കും അത് നമ്മുടെ ആ ഒരു ആധിപത്യത്തിന് വേണ്ടി തന്നെയായിരുന്നു ഒരു കാര്യം. വേറെ ഒരു കപ്പലും നമ്മുടെ നാട്ടിലേക്ക് വരരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പോർച്ചുഗീസുകാർ കൊണ്ടുവന്നാണ് കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു പേപ്പർ കടലാസ്, ഒരു പാസ്, അവരുടെ സീല് വെച്ച ഒരു പാസ്. ആ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളായിരുന്നു? നമ്മുടെ നാട്ടിലേക്ക് കപ്പൽ അടുപ്പിക്കാൻ പറ്റുള്ളായിരുന്നു. അതിന് നിശ്ചിതമായിട്ട് നികുതിയൊക്കെ അടച്ചു വേണം അത് പാസ് എടുക്കാനായിട്ട്. അഥവാ ഒരു പാസ് ഇല്ലാതെയാണ് ഒരു കപ്പൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതെങ്കിൽ അതിലെ ജീവനക്കാരെ കടലിൽ വെച്ച് തന്നെ കണ്ടുകെട്ടുകയും കൊന്നുകളയുകയും എന്താണ് ആ കപ്പൽ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഉണ്ടോ? ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിന് മേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാൻ 10ാമത്തെ ക്വസ്റ്റ്യൻ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? അത് കുഞ്ഞാലിമരക്കാർ 1-മൻ, 2-മൻ, 3-മൻ, 4-മൻ. ആരാണ്? അത് 3-മനാണ്. ഓക്കെ, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിച്ചത് ആരാണ്? കുഞ്ഞാലിമരക്കാർ 3-മനാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? 4-മനാണ്. മുസ്ലിങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന കുഞ്ഞാലിമരക്കാർ 4-മനാണ്. ഈ ചാലിയൻകോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു കൃതി ഉണ്ട്. എന്താണ്? ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ. ആരാണ് ഇത് എഴുതി തയ്യാറാക്കിയത്? ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത് ഗാസി മുഹമ്മദിന്റെ കൃതിയാണ്. എന്ത്? ഫത്ഹുൽ മുബീൻ. എന്താണ് അതിന്റെ മീനിങ്? വ്യക്തമായ വിജയം എന്നുള്ളതാണ് ഫത്ഹുൽ മുബീനിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആരാണ്? ഗാസി മുഹമ്മദ് ആണ് ഫത്ഹുൽ മുബീൻ. എന്താണ്? ഈ ചാലിയൻകോട്ടയെ തിരിച്ചു പിടിച്ച ആ ഒരു വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയതാണ് ഫത്ഹുൽ മുബീൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ഏതാണ്? ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? അത് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്, റവറൻഡ് റീഡ്, അർണോസ് പാതിരി, സി കേശവൻ. ആരാണ് രാജ്യസമാചാരം? അത് ഹെർമൻ ഗുണ്ടർട്ടിന്റെ പത്രമാണ് രാജ്യസമാചാരം. അതേപോലെ പശ്ചിമോദയം. ഓക്കെ, അതേപോലെ തന്നെ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. എന്താണ്? മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? പറയുന്ന ഹെർമൻ ഗുണ്ടർട്ടാണ്. അതേപോലെ മലയാളത്തിലെ ആദ്യ നിഘണ്ടു ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലെ തന്നെ ആദ്യ നിഘണ്ടു ആരാണ്? അർണോസ് പാദ്രിയുടേതാണ്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം ഇമ്പോർട്ടന്റ് ആണ്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വ്യാകരണ ഗ്രന്ഥം? അത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇവിടെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ടിച്ച് ഉണ്ട്. ആദ്യ വ്യാകരണ ഗ്രന്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഞ്ചലോസ് ഫ്രാൻസിസും ആദ്യമായിട്ടുള്ള എന്താണ് ആധികാരിക വ്യാകരണ ഗ്രന്ഥം എന്ന് ചോദിക്കും. എന്താണ് ഇവിടെ ജസ്റ്റ് ആധികാരികം എന്നൊരു വാക്കും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് ആരായിട്ട് മാറും? അത് ഹെർമൻ ഗുണ്ടർട്ടായിട്ട് മാറും. ഓക്കെ, അപ്പൊ ആദ്യ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസും ആധികാരിക വ്യാകരണ ഗ്രന്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ആദ്യ നിഘണ്ടു ആരാണ്? അത് അർണോസ് പാതിരിയാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ് ആര്? ഹെർമൻ ഗുണ്ടർട്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചിട്ടാണ്? എന്താണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ? എവിടെയാണ്? BEM. അതെവിടെയാണ്? മലബാർ ആണ്. കൊച്ചി, തിരുവിതാംകൂർ, മലബാർ, തിരുവനന്തപുരം. എവിടെയാണ്? മലബാർ കേന്ദ്രീകരിച്ചാണ് എന്ത് വന്നത്? BEM വന്നത്. എവിടെയാണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയാണ്? അത് ട്രാവൻകൂറിലാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി. അതേപോലെ കൊച്ചിയും തിരുവിതാംകൂറുമാണ് എന്ത്? CMS. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത്? നമ്മളിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ. ആരാണ്? ഓപ്ഷൻ C അല്ലെ. മലബാർ മേഖലയിൽ BEM എവിടെയായിരുന്നു? അത് മലബാറിലായിരുന്നു എന്ത് വരുന്നത്? നമ്മുടെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ചർച്ച് മിഷൻ സൊസൈറ്റി ആണെങ്കിൽ അത് എവിടെയാണ്? കൊച്ചിയുമുണ്ട് ട്രാവൻകൂറുമുണ്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണെങ്കിലോ അത് ട്രാവൻകൂറുമാണ്. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയതാണ് ആര്? ഹെർമൻ ഗുണ്ടർട്ട്.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ടതേത്? ഹെർമൻ ഗുണ്ടർട്ട് ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായിരുന്നു. രാജ്യസമാചാരം, പശ്ചിമോദയം ഓക്കെ, രാജ്യസമാചാരം അതേപോലെ തന്നെ പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 പത്രങ്ങൾ, മലയാള പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇത് ശരിയാണ്. ഓക്കെ, 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു അദ്ദേഹം പ്രസിദ്ധീകരിച്ച എന്താണ്? മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണ്. അതേപോലെ മലയാളത്തിലെ ആദ്യ നിഘണ്ടു ആരാണ്? അർണോസ് പാതിരിയാണ്. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ? ആദ്യ നിഘണ്ടു അർണോസ് പാതിരിയും ആദ്യ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസുമാണ്. ആദ്യ ആധികാരിക വ്യാകരണ ഗ്രന്ഥമാണ് ആര്? ഹെർമൻ ഗുണ്ടർട്ട്. അപ്പൊ നമുക്കിവിടെ മനസ്സിലായി ഇത് തെറ്റാണ്. അതേപോലെ തന്നെ ഇതും തെറ്റാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ എ 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി ഈ വസ്തുതയുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകളേവ? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. ശരിയാണ്. ഏത് വർഷം? 1792 അതേപോലെ തന്നെ കാനിങ് പ്രഭുവിന്റെ തീരുമാനം അനുസരിച്ചാണ്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്നായിരുന്നു. ഇതും ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരേണ്ടത് 1ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ്. അതേപോലെ തന്നെ ആരൊക്കെയായിരുന്നു? നമ്മുടെ ടിപ്പു സുൽത്താനും അതേപോലെ കോൺവാലിസ് പ്രഭുവും കൂടിയാണ് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? CMS എവിടെയാണ്? കൊച്ചിയും തിരുവിതാംകൂറുമായിരുന്നു. കൊച്ചി, തിരുവിതാംകൂർ. ഓക്കെ, ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവാണ് ആര്? ടിപ്പു സുൽത്താൻ ആണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ടിപ്പു സുൽത്താനും വേറെ ആരായിരുന്നു? നമ്മുടെ കോൺവാലിസ് പ്രഭുവും കൂടി ചേർന്നായിരുന്നു. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് ഇത്? നമ്മുടെ മാനുവൽ കോട്ട, ഫോർട്ട് മാനുവൽ എന്ന് പറയും. അതായത് അതാണ് 1503 ആരാണ്? അൽബുക്കർക്കാണ് കേട്ടോ. ഇത് 1503 അൽബുക്കർക്കാണ് ഈ കോട്ട നിർമ്മിക്കുന്നത്. ഇതാണ് പള്ളിപ്പുറം കോട്ടയെന്നും മായക്കോട്ടയെന്നും അഴീക്കോട്ടയെന്നൊക്കെ അറിയപ്പെടുന്നത്. അതേപോലെ അൽമേഡ നിർമ്മിക്കുന്ന ഒരു കോട്ടയുണ്ട്. അൽമേഡ അതേതാണ്? സെന്റ് ആഞ്ചലോ കോട്ട, സെന്റ് ആഞ്ചലോ. അതേപോലെ ചാലിയങ്കോട്ട എവിടെയാണ്? നമ്മുടെ കോഴിക്കോട് ആണ് ചാലിയങ്കോട്ട വരുന്നത്. 1531 പോർച്ചുഗീസുകാർ ചാലിയങ്കോട്ട നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് മട്ടാഞ്ചേരി പാലസ് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ സംഭാവന ചെയ്യുന്നതാണ് എന്താ? മട്ടാഞ്ചേരി പാലസ്. അത് പിന്നീട് ഡച്ചുകാർ പുതുക്കിപ്പണിത് ഇപ്പൊ അതെന്താണ് അറിയപ്പെടുന്നത്? ഡച്ച് പാലസ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണത് ഡച്ച് പാലസ് എന്നറിയപ്പെടും. ഓക്കെ, അപ്പൊ എന്താണ്? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട എന്ന് പറയുന്ന മാനുവൽ കോട്ടയാണ്. 1503 ആരാണ്? അൽബുക്കർക്കാണ്. ഓക്കെ, അപ്പൊ ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. 20 ക്വസ്റ്റ്യനിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഴശ്ശി വിപ്ലവം, അതേപോലെ ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, അങ്ങനെയല്ല, അതായത് തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് തൊട്ട് മുമ്പ് വരെയുള്ള ഫാക്ട്സ്. അപ്പൊ നിങ്ങൾ ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കൂടി ഉപകാരപ്പെടും. ഒന്ന് വായിച്ചിട്ട് വന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പഠിച്ച ടോപ്പിക്കുകൾ അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാനും പറ്റും. അപ്പൊ നാളെ അടുത്ത ടോപ്പിക്കുമായി കാണാം. താങ്ക്